നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് സിനിമാ ലോകത്ത് വീണ്ടും വൻ വിവാദങ്ങൾ ഉയർന്നു. നടൻ വിജയ് നായകനാകുന്ന ജനനായകൻ വീണ്ടും ചർച്ചകളിലേക്ക്. ഗുരുതര ആരോപണങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി INL സംസ്ഥാന പ്രസിഡന്റ് ടാഡ ജെ അബ്ദുൾ റഹീം ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിനിമയുടെ ട്രെയിലറിൽ ഒരു മുസ്ലിം വ്യക്തിയെ ബോംബ് സ്ഥാപിക്കുന്നതായി ചിത്രീകരിക്കുന്ന രംഗങ്ങളാണ് വിവാദത്തിന് കാരണമായത്. മുൻപ് പുറത്തിറങ്ങിയ തുപ്പാക്കി, ബീസ്റ്റ് പോലുള്ള ചിത്രങ്ങളിലും വിജയ് കഥാപാത്രങ്ങൾ മുസ്ലിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിച്ചുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ചിത്രം സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാകുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ H. വിനോദ്, നിർമ്മാണ കമ്പനി KVN പ്രൊഡക്ഷൻസ് എന്നിവർക്കെതിരെയും കടുത്ത നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ബന്ധപ്പെട്ടവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും പരാതിയിലുണ്ട്. ഇതിനിടെ ജനനായകൻ സിനിമയുടെ ഹൈ ക്വാളിറ്റി പ്രിന്റ് പൈറസി സൈറ്റുകളിൽ ചോർന്നതും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. റിലീസിന് മുൻപേ തന്നെ ചിത്രത്തിന് തിരിച്ചടിയായ ഈ ചോർച്ചയ്ക്കെതിരെ സിനിമാ മേഖലയും ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ജനുവരി 9 റിലീസ് ചെയ്യാനിരുന്ന ചിത്രം സെൻസർ ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് റിലീസ് വൈകിയത്.